ഫാം കാർണിവലിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന RARS ഫാം കാർണിവൽ 2026 ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊതുജനങ്ങൾക്കും കർഷകർക്കും ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യവും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. RARS പിലിക്കോട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് സ്വാഗതവും കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ നിർവഹിച്ചു. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യവും പ്രകൃതിയോട് ചേർന്ന് ആരോഗ്യ സംരക്ഷണം നടത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വിശദീകരിച്ചു. ഓർമ്മിക്കാം, 34 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പാപ്പുശ്ശേരിയിൽ ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങിയത്. MVRന്റെ ആത്മസുഹൃത്ത് പൊക്കൻ മാഷ് പാമ്പുകടിയേറ്റ് മരിച്ചപ്പോൾ ഇനി ഒരാളും പാപ്പുശ്ശേരിയിൽ, കണ്ണൂർ, മലബാറിൽ പാമ്പുകടിയേറ്റ് മരിക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയാണ് തൊഴിലാളിയായ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള MV രാഘവൻ തീരുമാനിച്ചത്. അല്ലാതെ MV രാഘവൻ വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ ആയിട്ടല്ല. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സരിത S, നാട്ടുമരുന്നാചാര്യനായ കുന്നത്ത് നാരായണൻ വൈദ്യർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ഫാം സൂപ്രണ്ട് ഗീത നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയുർവേദ ചികിത്സയും ആരോഗ്യ പരിശോധനയും ഉൾപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വിദഗ്ധ ഡോക്ടർമാർ ആരോഗ്യ പരിശോധന നടത്തി ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങളും മരുന്നുകളും നൽകി. കർഷകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെ